എൻ്റെ പേര് ജസ്റ്റി ജോസ്. സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് വരുന്നു, മുംബൈയിൽ നിന്ന്. ഞാൻ 2023-27-12 ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിന് മുമ്പേ തന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു, ജെറീക്കോ പ്രാർത്ഥന, ഇതൊക്കെയും ഞാൻ 2021 മുതൽ ഞാൻ പാലിച്ചുകൊണ്ട് വന്നിരുന്നതാണ്. പക്ഷേ തീർത്ഥാടന ഉടമ്പടി എടുത്തത് 2023-27-12 ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ജോലിയിലുള്ള സ്ഥിരതയാണ്. ഞാൻ 6 വർഷമായിട്ട്, ആദ്യം ഞാൻ 3 വർഷം ഒരു കമ്പനിയിൽ തന്നെ ജോലി ചെയ്തു. അവിടെ നിന്ന് കൊറോണ ടൈമിൽ പ്രഗ്നൻസിയുടെ മൂലം എനിക്ക് ജോലി റിസൈൻ ചെയ്തേണ്ടി വന്നു. അതുപോലെ തന്നെ ആ കമ്പനിയിൽ തന്നെ പിന്നെയും എന്നെ മാനേജ്മെൻറ്റ് പിന്നെയും ഹയർ ചെയ്തായിരുന്നു. പക്ഷേ എനിക്കവിടെ പോകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് അവിടെ തന്നെ ആ മാനേജ്മെൻറ്റിൽ തന്നെ പിന്നെയും പോകാൻ പറ്റി. പക്ഷേ എനിക്ക് അവിടെ മാനേജേഴ്സ് പലവിധമായ തടസ്സങ്ങൾ മൂലം എൻ്റെ പ്രൊമോഷൻസ് ഹോൾഡ് ചെയ്ത് വെച്ചു, എൻ്റെ പലവിധ ഓഫേഴ്സ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചു. എത്രയൊക്കെ പ്രാർത്ഥനയിൽ ഇത് ചെയ്തിട്ടും എന്താണ് ഇങ്ങനെ ഒരു ഇതെന്ന് ഉടമ്പടിക്ക് മുമ്പേ ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഇത്രമേൽ തടസ്സങ്ങൾ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്താണ് ഈ തടസ്സങ്ങൾ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് തടസ്സങ്ങൾ വന്നാലും അമ്മ അല്ലെങ്കിൽ ഈശോ അതിനൊരു ഉത്തരം തരുമെന്നുള്ള ഉറച്ച ബോധ്യം എൻ്റെ ജീവിതത്തിൽ അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ എൻ്റെ ജോലിയിൽ എനിക്ക് സ്ഥിരപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് 30 വയസ്സ് തികയുന്നതിന് മുമ്പ് എൻ്റെ ജോലിയിൽ ഒരു സ്ഥിരതയെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് ഏത് മാനേജ്മെൻ്റ് ആണോ, ഏത് ഹയർ അതോറിറ്റീസ് ആണോ എൻ്റെ ജോലിയിൽ എൻ്റെ പ്രൊമോഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്, അവരുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ഈ ജനുവരി 8 എൻ്റെ പ്രൊമോഷൻ ഹയർ ചെയ്തിട്ട് എനിക്ക് എൻ്റെ ജോലിയിൽ സ്ഥിരത ലഭിച്ചു. ഇത് ആക്ച്വലി കഴിഞ്ഞ ഓഗസ്റ്റ് തൊട്ട് പ്രോസസ്സ് നടക്കുകയാണ്. പലപ്പോഴും പല ഹയർ മാനേജേഴ്സ് പറഞ്ഞു ഇത് നടക്കില്ല, നിനക്കിത് കിട്ടില്ല, അങ്ങനെ പല ആളുകളും പല ഇതും പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. അതുപോലെ തന്നെ ഞാൻ ഹയർ മാനേജ്മെൻറ്റ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഉടമ്പടിയുടെ ഉപ്പ് അല്ലെങ്കിൽ ഉടമ്പടി തൈലം, കാശുരൂപം ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചാണ് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെയും ഇത് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് എക്സാം ഉണ്ടായിരുന്നു, അത് ക്രാക്ക് ചെയ്തു, ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെയും എൻ്റെ ഒരു മെറിറ്റും അല്ല എന്നുള്ള 100% എനിക്ക് ഉറപ്പുണ്ട്, അമ്മ തന്നതാണ്. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ 27-12-2023 ഉടമ്പടി എടുത്തു. അതിൻ്റെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം 28-12-2023 പപ്പായ്ക്ക് ആക്സിഡൻ്റായി. ഹസ്ബൻഡിൻ്റെ പപ്പായാണ്. ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞത്, പപ്പ ഒരു ടൂ വീലറിലായിരുന്നു, ഒരു ടെമ്പോ വന്ന് ഇടിച്ചതാണ്. ആദ്യം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് കുറേ സ്കാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, ഇവിടെ ശരിയാകില്ല, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം. ആ സമയത്ത് ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിൻ്റെ കാശുരൂപം, ഹസ്ബൻഡ് ഇതിനു മുമ്പ് ഉടമ്പടി എടുത്തതാണ്, കാശുരൂപം ഹസ്ബൻഡിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടി ആംബുലൻസിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാനത് പപ്പായുടെ ദേഹത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പപ്പ വേദന കൊണ്ട് കരയുകയാണ്. എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും മമ്മിയും ആംബുലൻസിലുണ്ടായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണമെന്നൊന്നും മനസ്സിലാകാത്തൊരു കണ്ടീഷൻ. ഹസ്ബൻഡും മമ്മിയും ഒക്കെയും വളരെ അവരോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ. ഞാൻ ആ കാശുരൂപം എടുത്ത് പപ്പായുടെ ദേഹത്ത് വെച്ച് പ്രാർത്ഥിച്ചു. 2019 എൻ്റെ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ അറ്റാക്ക് വന്ന് മരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇതിൽ പ്രാർത്ഥിച്ചു, ഈ പപ്പായും കൂടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകരുതേ എന്ന്. അതുപോലെ തന്നെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ 48 മണിക്കൂറാണ് പറഞ്ഞത്. 48 മണിക്കൂർ പറഞ്ഞ് കുറേ സർജറികൾ കഴിഞ്ഞു. മുട്ടിൻ്റെ എല്ല് പൊട്ടി, ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിരുന്നു, റിബ്സ് 3 ഒടിഞ്ഞു, ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ പലവിധമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പലവിധമായ സർജറികൾ കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു 6 മാസം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ 21ാമത്തെ ദിവസം പപ്പ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. 1.5 മാസം കൊണ്ട് പപ്പ നടക്കുവാൻ തുടങ്ങി, പപ്പയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. 6 മാസം പറഞ്ഞിടത്താണ് അമ്മയുടെ ഒറ്റ കൃപ കൊണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ ഉടമ്പടി തൈലവും കാശുരൂപവും ഇതെല്ലാം വെച്ച് പപ്പായ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പപ്പായും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ അനുഗ്രഹങ്ങൾ, ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി, അതുപോലെ ഞങ്ങൾക്കൊരു ഭവനം. ഇത് രണ്ടും ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആത്മീകമായിട്ടൊക്കെ വളർച്ചയെന്ന് പറയുന്നത്, നേരത്തെയും പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ പ്രാർത്ഥനയിലെ തീഷ്ണത അത് ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ്. ജപമാല ചൊല്ലുന്നതാകട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ പ്രയർ ആകട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെയൊക്കെ തീഷ്ണത, അതിൽ പ്രാർത്ഥനയിൽ എത്രമാത്രം വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇതെല്ലാം എനിക്ക് കിട്ടിയത് ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ്.
ഇതാണ് ഞങ്ങളുടെ പപ്പായ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. നടക്കുമ്പോൾ മുട്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും വേറൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. അതിൻ്റെ ഫോട്ടോസ് ഹസ്ബൻഡ് മൊബൈലിൽ കാണിക്കും. മുട്ട് ഫുള്ള് ചിരട്ട ഫുള്ള് പോയതായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. കിട്ടില്ല എന്ന് തന്നെ ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞെടുത്തു നിന്നാണ് ഇപ്പോൾ പപ്പ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ബാക്കി സാക്ഷ്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞു. ഞങ്ങളെ ഉടമ്പടിയിൽ ബലപ്പെടുത്തിയതിനും ഉടമ്പടിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും 1000 നന്ദി പറയുന്നു. 2 സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ 2022 ജനുവരി മാസം 26-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എൻ്റെ വൈഫിൻ്റെ ജോലി കിട്ടിയ കാര്യം ഞാൻ ഓൾറെഡി ഇവിടെ സാക്ഷ്യം പറഞ്ഞാണ് അൾത്താരയിൽ. അപ്പം അന്ന് ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എല്ലാവരോടും പ്രാർത്ഥിക്കണം, എനിക്കും ഒരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം. ജോലി എന്ന് പറയുമ്പോൾ ഒരു 3 വർഷമായിട്ട് എനിക്ക് ജോലിയില്ല. അങ്ങനെ ഒരു അവസരത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എന്നെ എങ്ങനെയാണ് ഇത് സ്പർശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ ഒരു വേട് പറഞ്ഞത്, തോറ്റവൻ്റെ കൂടെയാണ് ദൈവം. അപ്പം അതെന്നെ വല്ലാണ്ട് സ്പർശിച്ചു. ഇന്ന് ഈ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ, എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നായിക്കോട്ടെ, കാണുന്നവരും എല്ലാവരും എന്തായി അപ്ലൈ ചെയ്യുന്നില്ലേ, നോക്കുന്നില്ലേ, അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും വൈഫ് മുംബൈയിലാണ്. ഡെയിലി എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ CV-യുമായിട്ട് പോവുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഏകദേശം 75ഓളം ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഉടമ്പടിയിലാണ്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 1 വർഷം കൃത്യമായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു. മുംബൈയിൽ പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്യാമെന്നെങ്കിലും എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പം ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പരിശുദ്ധമ്മ എന്നെ ഒരുക്കുകയായിരുന്നു. 1 വർഷം എന്നെ ആ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരികയും എങ്ങനെ ചെയ്യണം, എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തോട് ചേർന്ന് നിന്ന് എങ്ങനെ ആ ഒരു ബന്ധം വളർത്തിയെടുക്കണമെന്നുള്ളതിനുള്ളൊരു ക്ലാസ് ആയിരുന്നു എനിക്ക്. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നമുക്കങ്ങനെ ഒരു ജോലി കിട്ടിയാൽ മാത്രം പോരല്ല, അത് മാതാവ് തന്നതാണെന്നൊരു സാക്ഷ്യം എനിക്ക് പറയണം ഈ ആൾത്താരയിൽ. അപ്പം അങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവരെന്നോട് പറയുകയാണ്, നിങ്ങൾ IRDA ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഒരു IRD എക്സാം ഉണ്ട്, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് തന്നാലേ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അറിവിൽ അങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല. കുറച്ച് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിൻ്റെ ബാക്ക് ആൻഡ് പ്രോസസ്സിൽ നിന്ന് കോൾ വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി കാര്യമായിട്ട് ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഒരു 10 വർഷം മുന്നേ ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആളെന്നോട് പറഞ്ഞു, എൻ്റെ ID ബ്ലോക്കാണ്, നീ എനിക്കൊരു എക്സാം എഴുതി തരണം, ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ് ചെയ്യാം. ശരി, ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് ദോഷമുള്ള കാര്യങ്ങളല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആളെ സഹായിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഈ വിവരം എൻ്റെ ഒരു സുഹൃത്തിനോട് ഷെയർ ചെയ്തപ്പോൾ ആളെന്നോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്ക് ഫ്യൂച്ചറിൽ ദോഷമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് അത് വിട്ടു. അതിനുശേഷം ഈ ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു എക്സാം ഉണ്ടെന്നും ഇതിന് പുറകിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും അത് ലോഗിൻ ആണെന്നും അത് സബ്മിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു കോൺടാക്ട് പേഴ്സൺ ഇല്ല, ഇത് കണ്ടുപിടിക്കണം, ആരോട് എവിടെ പോയി ചോദിച്ചാൽ ഇത് കിട്ടണമെന്നറിയണമല്ലോ. അങ്ങനെ ഞാൻ സഹായിച്ച ആളെ വിളിച്ചു. ആൾ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ കോൺടാക്ട്സ് ഇല്ല, എന്നാലും ഞാനൊരു നമ്പർ തരാം, നീ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വന്നു, ആദ്യം നാട്ടിൽ വന്നു, ഉടമ്പടി പുതുക്കി, സാക്ഷ്യം പറഞ്ഞു, തിരിച്ച് ഈ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റിൽ ഞാൻ ബന്ധപ്പെട്ടു, അവരോട് സംസാരിച്ചു, അവരെനിക്കിത് അറേഞ്ച് ചെയ്തു തന്നു. തിരിച്ച് ഞാൻ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്നു. ആ കമ്പനിയെ നിരന്തരം കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് അവരാരും ഫോൺ എടുക്കുന്നില്ല. അപ്പം എന്നെ ഇതിൽ അറേഞ്ച് ചെയ്യുന്ന മീഡിയേറ്ററെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഇതൊന്നും എനിക്ക് ആക്കി തരുമെന്ന് പറഞ്ഞിട്ടൊന്നും ആവുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഞാനുമായി. കാര്യം അത്രത്തോളം പ്രഷർ എനിക്ക് ഫാമിലിയിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ വരികയാണ്. അപ്പം അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ വന്നിട്ട് ഇതെല്ലാം അറ്റൻഡ് ചെയ്തു. മാതാവ് എന്നെ കൊണ്ടുവരുന്നൊരു വഴിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ എല്ലാം പാസ്സായിട്ട് അവരെന്നെ സെലക്ട് ചെയ്തിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് അവരെന്നോട് ഒരേ ഒരു ഡിമാൻഡ്, ഈ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. മാതാവ് ഓൾറെഡി എനിക്ക് നേരത്തെ എൻ്റെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ട് ഈ കാര്യം എന്നെ ഓർപ്പിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്.
അപ്പം എൻ്റെ വീടിനടുത്ത് 4 കിലോമീറ്ററിനപ്പുറത്താണ് ഈ കമ്പനി. ഞാൻ 1 വർഷമായിട്ട് ജോലി സെർച്ച് ചെയ്യുന്നു. ഞാൻ ഈ കമ്പനി കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഞാൻ ഇത്രത്തോളം ഏകദേശം 75ഓളം ഇൻ്റർവ്യൂസ് ഞാൻ മുംബൈയിൽ കൊടുത്തു. അതൊന്നും കിട്ടാത്ത കാര്യം എൻ്റെ വീടിൻ്റെ 4 കിലോമീറ്ററിനപ്പുറത്താണ് ഇത് നടക്കുന്നത്. ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ സർട്ടിഫിക്കറ്റ് ചോദിച്ചു, സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തു. എനിക്ക് ജോലി ലഭിച്ചു. ജോലി ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 3 വർഷത്തെ ഗ്യാപ്പുണ്ട്. അതിന് മുമ്പിലത്തെ കമ്പനിയിലെ 10% ഹൈക്കോടോടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. വളരെ തുച്ഛമായ ശമ്പളമാണ്. 2 വർഷം വർക്ക് ചെയ്തു. 2 വർഷത്തിന് ശേഷം എൻ്റെ കമ്പനി പറയാണ്, ഈ പ്രോസസ്സ് ഇവിടെ നിർത്തുകയാണ്. റീജിയണലായിട്ട് സൗത്തേൺ റീജിയണൽ, നിങ്ങളുടെ റീജിയൻസിൽ സൗത്തിലാണെങ്കിൽ സൗത്തിൽ, നോർത്തിലാണെങ്കിൽ നോർത്തിൽ നിങ്ങളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. പോകേണ്ടിയവർക്ക് പോകാം, പോയാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. ഇല്ലാത്തവർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ എന്ത് തരുന്നോ അത് നിങ്ങൾ ചെയ്യണം. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഫാമിലി മുംബൈയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ബാക്കിയുള്ള എൻ്റെ കൂടെ ജോലി ചെയ്തവർ, എൻ്റെ സീനിയേഴ്സ് എല്ലാവരും പ്രൊമോട്ടഡായി നാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ വീണ്ടും നാട്ടിലേക്കുള്ള ഹയറിങ് വന്നു. അപ്പം ഞാൻ എൻ്റെ സീനിയർ മാനേജർ, അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, വർഗീസ് നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, നാട്ടിലേക്ക് പോകും, നിനക്ക് പ്രൊമോഷനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു. കാര്യം എല്ലാവരും നിൻ്റെ പേരാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ പറ്റില്ല, എൻ്റെ ഫാമിലി ഇവിടെയാണ്, എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ആലോചിക്കണം, നിൻ്റെ ഫാമിലി ഇവിടെയാണെന്ന് നീ പറയുമ്പോൾ നീ ഫാമിലിക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്, അത് നീ ഓർക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്ക് എൻ്റെ അടുത്ത് പറയേണ്ട ഒരാവശ്യമില്ല. കാര്യം പുള്ളി എന്നെക്കാളിൽ എത്രയോ പോസ്റ്റിൽ ഉയർന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വീണ്ടും അതിൽ തന്നെ ഉറച്ചു നിന്നു, കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കെ വീണ്ടും നാട്ടിലേക്കുള്ള ഹയറിങ് വരികയാണ് ടീം ഹെഡിൻ്റെ. നാട്ടിൽ പോകേണ്ടിയവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ സീനിയർ മാനേജറുടെ അടുത്ത് ചോദിച്ചു, സർ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തോട്ടെ, എങ്ങനെയായിരിക്കും ഇതിൻ്റെ എക്സ്പീരിയൻസ് അതെന്നറിയാമല്ലോ. പുള്ളി 2 മിനിറ്റ് ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ശരി നീ അപ്ലൈ ചെയ്തു, നിനക്കൊരു എക്സ്പീരിയൻസും ആകുമല്ലോ. അങ്ങനെ 2 പേര് ഇൻ്റർവ്യൂ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞ് എനിക്കൊരു ഹോപ്പുമില്ല. കാര്യം ഞാൻ ആശിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് എനിക്കുള്ള ഓപ്പർച്യൂണിറ്റി അല്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ എൻ്റെ റിസൾട്ട് വരികയാണ്. ഞാൻ ടീം ഹെഡായിട്ട് പ്രൊമോഷനായി. വിശ്വസിക്കാനേ പറ്റിയില്ല. എൻ്റെ ശമ്പളം അതിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30% എൻ്റെ സീനിയേഴ്സ് അപ്ലൈ ചെയ്തു. കമ്പനി എനിക്ക് 40% അപ്രൈസൽ തന്നു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ. എൻ്റെ ഒരു മെറിറ്റില്ല. കാര്യം എൻ്റെ മെറിറ്റ് കൊണ്ട് ഏകദേശം 75ഓളം ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു, എനിക്ക് കിട്ടിയില്ല. എന്നെ മാതാവ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1 വർഷം എനിക്കൊരു ലെസൺ തന്നു. നീ എങ്ങനെ ജീവിക്കണം, നീ എങ്ങനെ ഉടമ്പടിയിലായിരിക്കണം, നീ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം, മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, എന്നെ പഠിപ്പിച്ചു. ബേസിക്കലി ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണെങ്കിലും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും എങ്ങനെ ബൈബിളിനെ സ്വീകരിക്കണം, എങ്ങനെ വചനം ഗ്രഹിക്കണം എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിനുശേഷം ഈ പ്രൊമോഷനായി കഴിഞ്ഞതിന് ശേഷം പ്രൊമോഷനായിട്ട് നമുക്ക് വലിയ ടീമൊന്നും തരത്തില്ല, നമുക്ക് ചെറിയ ടീംസ്. നിങ്ങൾ പഠിക്കണമല്ലോ ആ പ്രോസസ്സ് എന്താണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ടീം തരത്തുള്ളൂ. ആ ടീമിനെ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഒരു ടീം അലൈൻമെൻറ്റ് വന്നു. ആ ടീം അലൈൻമെൻറ്റിൽ ടോപ്പ് പെർഫോമേഴ്സ് ഉള്ളൊരു ടീം. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾ പ്രൊമോട്ടഡായി. ആ പ്രൊമോട്ടഡ് ആകുന്ന AM അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് പ്രൊമോട്ടഡായി. ആ ആളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇനി എൻ്റെ കാര്യം. അപ്പോൾ എനിക്കൊരു ചെറിയ ടീം തന്നു. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ കിട്ടിയിരിക്കുന്ന പ്രോസസ്സ് കന്നഡയാണ്, എനിക്കറിയില്ല, ഇത് ഈ ഒരു ടീം തരികയാണെങ്കിൽ ഞാൻ ഹാൻഡിൽ ചെയ്യാം. കാര്യം എനിക്കങ്ങനെ ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ല, ബിക്കോസ് ഞാൻ ജസ്റ്റ് പ്രൊമോട്ടഡാണ്. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ ആൾ 2 സെക്കൻഡ് എടുത്തുള്ളൂ, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, നീ ഹാൻഡിൽ ചെയ്തോളൂ. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഈ ഹാൻഡിൽ ചെയ്യുന്നു ഈ ടീം. ഈ ടീമിൻ്റെ ടാർഗറ്റ്സ് ഒരു മാസം 2 കോടി രൂപയാണ്. ഈ 2 കോടി രൂപയിൽ 80% ഞാൻ അച്ചീവ് ചെയ്യുന്നു. അതിൻ്റെ ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്താണ്. സിമ്പിളായിട്ട് പറയാണ്, ലക്ഷങ്ങൾ വരും അത് എൻ്റെ സാലറിക്ക് പുറമേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് ചെറിയൊരു ശമ്പളത്തിൽ നിന്ന് എന്നെ ഇത്ര ഉയർത്താമെന്ന് പറഞ്ഞാൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നും അതേ ഞാൻ ഉടമ്പടി എടുത്ത ആ വീര്യത്തോടും ആർജവത്തോടും ഞാൻ ഈ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. എന്നും ഈ ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. 2ാമത്തെ അനുഗ്രഹമെന്ന് പറയുന്നത്, 2ാമത്തെ നിയോഗം, നമുക്കൊരു ജോലി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു എസെൻഷ്യൽ നീഡാണ് നമുക്കൊരു ഭവനം വേണമെന്നുള്ളത്. ഓക്കെ, ഭവനം വേണമെന്നുള്ളപ്പോൾ പലപ്പോഴും സാലറിഡ് പേഴ്സൺ ആകുമ്പോൾ നമുക്കതിന് ചില കാൽക്കുലേഷൻസ് ഉണ്ട്. കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള ചിലവുകൾ നടക്കണം. അതിനും അപ്പുറത്തേക്ക് നമ്മുടെ വീടിന് ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ EMI അടഞ്ഞു പോകണം.
അതിനൊരു ശമ്പളമാകുന്നതിന് മുമ്പേ ഒരു മിനിമം ശമ്പളത്തിൽ നിന്ന് തന്നെ മാതാവായിട്ടായിരിക്കാം എൻ്റെ വൈഫ് എന്നോട് ചെറിയൊരു ആഗ്രഹം പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു വീട് നോക്കണം, അത് ഉടമ്പടിയിൽ വെക്കണം. അങ്ങനെ ഞങ്ങളത് ഉടമ്പടിയിൽ വെച്ചു. നിങ്ങൾക്കറിയാം, മുംബൈയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക, അർബനിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 1.5 കോടി രൂപയാണ്. മിനിമം 350 സ്ക്വയർ ഫീറ്റിന് 1.5 കോടി രൂപയാണ് അർബൻ ഏരിയയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറിയൊരു ഹോളിൻ്റെ അത്രേ ഉള്ളൂ 350 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഞങ്ങൾ പോയി പലയിടത്തും ഫ്ലാറ്റ് കണ്ടു, പലതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ വില ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, നിരന്തരം ഈ കാര്യം പ്രാർത്ഥനയിൽ വെക്കുമ്പോൾ എൻ്റെ വൈഫ് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പറയും, ചാച്ചാ അത് 2 BHK നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ 2 BHK ആലോചിക്കാൻ പോലും അർഹതയില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക? 1 BHK എടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല, പിന്നെ ഞാൻ എങ്ങനെ എടുക്കുക 2 BHK? പക്ഷേ നിരന്തരം പുള്ളിക്കാരി ഒരു അനോണിമസ് കോൾ പോലെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, 2 BHK കിട്ടും, നമുക്ക് എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, ഒരു ഐഡിയോ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുണ്ടല്ലോ, ഈ പ്രാർത്ഥന കിട്ടിയില്ല, ഈ പ്രാർത്ഥന വെടിഞ്ഞില്ല. ഞങ്ങൾ നിരന്തരം ഉണ്ടല്ലോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ജപമാല സ്റ്റാർട്ട് ചെയ്തു. ഒരു ദിവസം ഒരു ജപമാലെങ്കിലും എത്തിക്കാതെ ഞങ്ങൾ പോവില്ല. അതേപോലെ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തരും ഞങ്ങൾ ഈശോയെ കാണാൻ സാധിച്ചു. അതാണ് എനിക്ക് വന്ന ഏറ്റവും വലിയ ആത്മീയ മാറ്റം. അതാണ് ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ ഈ ഫ്ലാറ്റ് ഇങ്ങനെ ഒരിടത്ത് പോയി കണ്ടു. 75 ലക്ഷം രൂപ, 80 ലക്ഷം രൂപ. ഞാൻ എന്നിട്ട് വൈഫിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളത് ഫൈനലൈസ് ചെയ്തു. 73 lakhs. അപ്പോൾ 73 lakhs എങ്ങനെ എടുക്കും, എങ്ങനെ ഇത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് അവർ തന്നില്ല. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്, തന്നില്ല. അപ്പം ഞാൻ അങ്ങനെ വൈഫിനോട് പറഞ്ഞു, നമ്മൾ ഇത്രയേറെ നാളായിട്ട് നോക്കുകയാണ്, നമുക്കപ്പോൾ ദൈവം ഒരുക്കുന്നതല്ലായിരിക്കാം, നമുക്ക് നാട്ടിലെവിടെയെങ്കിലും നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഇനി ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. നമ്മൾ ഉടമ്പടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നു, നമ്മുടെ ജോലിയുമായിട്ട് മുമ്പോട്ട് പോകുന്നു, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നില്ല. അങ്ങനെ നമുക്കിതും വെച്ച് മുമ്പോട്ട് പോകാം എന്ന് പറയും. ദൈവം ഒരുക്കുന്നതാണെങ്കിൽ ഒരുക്കട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളിത് മുമ്പോട്ട് കാണാം. അപ്പോൾ ഒരു ദിവസം എൻ്റെ ജോലിയിൽ എനിക്ക് നല്ല തിരക്കാണ്, പഴയ പോലെയല്ല, റെസ്പോൺസിബിലിറ്റി അധികമാണ്. ഞാൻ കയറുന്ന സമയത്തിനൊന്നും അല്ല ഇറങ്ങുന്നത്. 12 മണിക്കൂർ 13 മണിക്കൂറൊക്കെ എൻ്റെ ഷിഫ്റ്റ്. അപ്പോൾ ഒരു ദിവസം ഒരു രാത്രിയിൽ 9 മണിയായപ്പോൾ എന്നോട് വൈഫ് വിളിച്ചിട്ട് പറയാണ്, ചാച്ചാ ചെറിയൊരു ഫ്ലാറ്റ് ഉണ്ട്, 2 BHK ആണ്, ജസ്റ്റ് ഒന്ന് വന്ന് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ്, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പോകുന്നത് കാണുന്നെങ്കിൽ കണ്ടോളൂ. ഇവർ പോയി കണ്ടിട്ട് എന്നോട് പറയാണ്, നമ്മൾ ഫ്ലാറ്റ് എടുക്കുന്നില്ല, ജസ്റ്റ് വന്ന് കാണൂ. ഞാൻ പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ വെച്ച് ആ ഏജൻറ്റ് പറയുകയാണ്, നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാം. എങ്ങനെ ചെയ്യും? 1 രൂപ പോലും എടുക്കാൻ അല്ലെങ്കിൽ ഇത് ആഗ്രഹിക്കാൻ സാധിക്കാത്തവൻ എങ്ങനെ ചെയ്യും? പക്ഷേങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്കിൾ എന്നോട്, ആ ഏജൻ്റായിട്ടുള്ള ഒരു അങ്കിൾ പരിചയമുള്ള ഒരാളാണ്. ഇപ്പോൾ മുംബൈയിൽ നമ്മളൊരു ഫ്ലാറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരുപാട് പേർപ്പേഴ്സ് ഉണ്ട്, ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് അജണ്ട അതിൻ്റെ പുറകിലുണ്ട്. അവർ നമ്മളെ കാണിക്കാൻ വേണ്ടിയൊക്കെ പേർപ്പേഴ്സ് കാണിക്കും. ഇതൊക്കെ ശരിയായില്ലെങ്കിൽ നമ്മുടെ പൈസ പോകും. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ട് നമുക്ക് കിട്ടണം, അങ്ങനെ ഒരു രീതി കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് നമ്മൾ മലയാളിയാണ്, സൗത്ത് റേഞ്ചിൽ നിന്ന് വരുന്നവരാണ്, അവർക്ക് ഈസിയായിട്ട് നമ്മളെ പറ്റിക്കാൻ പറ്റും. അവിടെ മാതാവ് എന്താ ചെയ്തേ? ഒരു മലയാളി ഏജൻറ്റിനെ അറേഞ്ച് ചെയ്തു. അപ്പം ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് അല്ല, ഇതൊക്കെ മാതാവ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ലെയർ പരിശോധിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ അങ്കിൾ പറയാണ്, 1,05,00,000 രൂപ ചോദിക്കുന്ന ഫ്ലാറ്റാണ്. നിങ്ങൾ ഒരു യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ ചെറിയ പൈസയ്ക്ക് എടുക്കാം. നിങ്ങൾ 1 BHK നോക്കി നടന്നവരല്ലേ, നിങ്ങൾക്ക് ആ പ്രൈസിന് ഞാൻ വാങ്ങിത്തരാം. അപ്പോൾ ഞങ്ങൾ പോയി ഡിസ്കസ് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് ഡിസ്കസ് ചെയ്തു. പ്രത്യേകിച്ച് എൻ്റെ ഫാദറും മദറും ഒക്കെ നാട്ടിലാണ്, വൈഫിൻ്റെ ഫാമിലി മുംബൈ സെറ്റിൽഡാണ്. അപ്പോൾ എൻ്റെ ഫാദറും മദറും ഒക്കെ കുറച്ച് കൺസർവേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത്, ഫാദറും മദറും ഒക്കെ നോ എന്ന് പറയും, നാട്ടിൽ നമുക്ക് പണിയാം, അതാണ് സേഫ് എന്ന് പറയും. പക്ഷേ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവരാണ് ആദ്യം എസ് പറഞ്ഞത്. അവർ എസ് പറഞ്ഞിട്ട് എന്നോട് സപ്പോർട്ട് ചെയ്യണം, നീ മുമ്പോട്ട് പോകും, എങ്ങനെയാണോ എന്താണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്കിൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ആ ഏജൻറ്റ് വിളിച്ചു പറഞ്ഞു, നീ ഒരു 10,001 രൂപയുമായിട്ട് ടോക്കൺ കൊടുക്കാനുള്ള ഇതുമായിട്ട് വാ. അപ്പോൾ ഇവിടെയും ഞാൻ പറയുന്നത്, ഇത് ഫ്ലാറ്റ് വെറുതെ കിട്ടിയാൽ പോരാ, എനിക്ക് മാതാവ് തരണം, അതാണ് എൻ്റെ ഡിമാൻഡ്. അപ്പം ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം 3 പേരും കൂടെ വൈകിട്ട് പോയിട്ട് ഈ അങ്കിളിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട്, ഈ അങ്കിൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഫൈനലൈസ് ചെയ്തു. പാർട്ടിയും വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് ഇതങ്ങ് ഫൈനലൈസ് ചെയ്തു. അപ്പം എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ കാശ് രൂപ മുറുകെ ഇങ്ങനെ പിടിച്ചേക്കുക. 10,001 രൂപ കൊടുത്തിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് കാണിക്കുകയാണ്. നിങ്ങൾ കേൾക്കണോ ഇത്? വൈഫ് വിളിച്ചിട്ട് കാണിക്കുകയാണ്, ചാച്ചാവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ആ വീട്ടിലിരിക്കുന്നു. നിങ്ങൾ പറ എങ്ങനെ വരും? ഞങ്ങൾ ആ വീട് കാണാൻ പോയപ്പോൾ അവിടെ ഇല്ല, എങ്ങനെ വരും നിങ്ങൾ പറ? ഭയങ്കര അത്ഭുതമെന്ന് പറയട്ടെ. ഞങ്ങൾ സംസാരിച്ചു, ആ അങ്കിളിനോട് സംസാരിച്ച് അങ്കിൾ പറഞ്ഞു, എൻ്റെ വൈഫും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, അതിൻ്റെ ഉപ്പും തേനുമാണ് ഇവിടെ ഇരിക്കുന്നത്.
ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഒരുക്കിയെന്നാണ്. പെട്ടെന്ന് എൻ്റെ കയ്യിൽ 1 രൂപയില്ല. 10,001 രൂപ ഞാൻ അങ്കിളുടെ അടുത്ത് ടോക്കൺ കൊടുക്കുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാര്യം ഇവരൊക്കെ ചിരിച്ചെങ്കിലും എൻ്റെ കണ്ണ് നിറയാണ്. ബാക്കി പൈസ കൊടുക്കണം. അടുത്ത ദിവസത്തിനുള്ളിൽ അങ്കിൾ പെട്ടെന്ന് ഒരു എഗ്രിമെൻറ്റ് ചെയ്തു, ഒരു 10 ലക്ഷം രൂപ പെട്ടെന്ന് കൊടുത്താൽ ഈ എമൗണ്ടിന് ഇവർ സമ്മതിക്കും. എങ്ങനെ കൊടുക്കും ഒന്നും അറിയില്ല. പക്ഷേ എന്നുണ്ടെങ്കിൽ മാതാവിനെ ഞങ്ങൾ മുറുകെ പിടിച്ചു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ 10 ലക്ഷം രൂപ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. സത്യമായിട്ടും പറയാണ്, ആരെങ്ങനെ എവിടെ കൊണ്ട് തന്നു എന്ന് എനിക്കറിയില്ല. 10 ലക്ഷം രൂപ അവർ പറഞ്ഞ ഡേറ്റിന് ഞാൻ കൊടുത്തു. തീർന്നില്ല, വീണ്ടും എനിക്ക് ലോൺ പാസ്സാവണം. അതിൻ്റെ പ്രോസസ്സുണ്ട്. അവിടെയൊക്കെ ഒരുപാട് തടസ്സങ്ങളെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, സിബിലിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ അമ്മ ഇടപെട്ടിട്ട് നിലവിൽ മാർക്കറ്റിൽ കിട്ടാവുന്ന, എനിക്ക് യോഗ്യതയില്ല. എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ട് എൻ്റെ പ്രൊമോഷൻ ആയത് റീസെൻ്റ്ലി ആണ്. അതിൻ്റെ അപ്രൈസൽ ഈ വർഷമാണ് ആവുന്നത്. എൻ്റെ പഴയ സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് ഈ ലോൺ പാസ്സാകാനുള്ള ഒരു യോഗ്യതയില്ല. ബാങ്ക് മാനേജർ, നിങ്ങൾക്കറിയാം, ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു മാനേജറോട് സംസാരിക്കണമെങ്കിൽ അവരെല്ലാവരും ആറ്റിറ്റ്യൂഡ് കാണിച്ച് നമ്മളുടെ അടുത്ത് സംസാരിക്കത്തുള്ളൂ. ഈ മാനേജർ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ ഗൈഡ് ചെയ്യാണ്. ആൾക്കതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏജൻ്റ് ഉണ്ട്, ഏജൻറ്റ് ത്രൂ ചെയ്യാം. 1 രൂപ പോലും ഞാൻ കൊടുക്കേണ്ടി വന്നില്ല. ആൾ ഫുള്ള് കാര്യങ്ങൾ A to Z എനിക്ക് ചെയ്തു തന്നു. സിബിൽ സ്കോർ എങ്ങനെ കൂട്ടണം, എങ്ങനെ ചെയ്യണം. എനിക്ക് സിബിലില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കൂ, നിങ്ങൾക്ക് സിബിൽ വരും. ക്രെഡിറ്റ് കാർഡ് എടുത്തു. ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയാൻ കഴിഞ്ഞത്, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് മിനിമം 6 months കഴിഞ്ഞിട്ട് നിങ്ങളുടെ സിബിൽ അപ്ഡേറ്റ് ആവുള്ളൂ, പുതിയതായിട്ട് എടുക്കുന്ന ആൾക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഹോപ്പും പോയി. ബട്ട് എനിക്കറിയില്ല, എന്നോട് എൻ്റെ സിബിൽ സ്കോറിൻ്റെ പ്രശ്നത്തിൽ എനിക്ക് കുറഞ്ഞു നിന്ന അല്ല കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് ആളെന്നോട് പറഞ്ഞു, നീ പർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് അടയ്ക്കൂ, നമുക്ക് ട്രൈ ചെയ്യാം. നിലവിൽ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്ലോട്ടിംഗ് റേറ്റിൽ, എനിക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എനിക്ക് ആ ലോൺ പാസ്സായി. ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ്. അവിടെയൊക്കെ മാതാവ് ഒരാളെ നിയമിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഏജൻറ്റ് മലയാളിയാണ്. അതിനും ഒരു കാരണമുണ്ട്. ഏജൻറ്റ് മലയാളിയായിട്ട് ആൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പുള്ളി എനിക്ക് ചെയ്തു തന്നു. പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്തു തന്നു. എന്നിട്ട് പുള്ളിക്ക് കൊടുക്കേണ്ട പൈസയിൽ നിന്ന് എനിക്ക് വീണ്ടും 10% കുറച്ച് തന്നു. അതിൻ്റെ ഒന്നും ഒരാളും ചെയ്തു തരുന്നില്ല. ഇവിടെയൊക്കെ മാതാവ് കൃത്യമായിട്ട് പ്രവർത്തിച്ചു. 2025 ഫെബ്രുവരി 28 ആ വീടിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഏപ്രിൽ 24 അതിൻ്റെ ചാവി കിട്ടി. ഇതാണ് അതിൻ്റെ ചാവി. ആ വീടിൻ്റെ ചാവി ഇതാണ്. ഞങ്ങളുടെ ഒരു യോഗ്യതയില്ല, എൻ്റെ മെറിറ്റില്ല. കാര്യം അച്ഛനോട് എപ്പോഴും പറയും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നും രാവിലെയും വൈകിട്ടും പപ്പായുടെ മമ്മിയുടെ കൂടെ ഇരുന്ന് ബൈബിൾ വായിക്കും. എന്ത് ചെയ്യും? വായിക്കും. അത് പഠിക്കുകയല്ല, ഞാൻ വായിക്കും. നമ്മൾ വായിക്കണം, വായിച്ചു പോകുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഉണ്ടല്ലോ, ഒരധ്യായമേ വായിച്ചുള്ളെങ്കിലും അതെനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ വായിക്കുന്നത്. അപ്പം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം, എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വചനം ഏതെന്നറിയാമോ? ഇയ്യോബിൻ്റെ പുസ്തകം. നമുക്കെല്ലാം ജോബിനെ പറ്റി അറിയാം. ജോബ് അനുഭവിച്ച കഷ്ടതകൾ അറിയാം. ഈ ജോബിൻ്റെ കഷ്ടതകളിൽ ഏറ്റവും ലാസ്റ്റ് അധ്യായത്തിൽ 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവേ, ഞാൻ ഇത്രയും നാളും നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതാ ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും ഇരുന്ന് അനുദപിക്കുന്നു. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വചനമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഇത്രയും നാളും, ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്, പരിശുദ്ധ മദ്ബായിൽ ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിരുന്നതേ ഉള്ളൂ. ആ ഒരു ഭയം മാത്രമേ എനിക്കുള്ളായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാനത് വിട്ടുപോകാൻ തയ്യാറല്ല. ഞാൻ അന്ന് സാക്ഷ്യം പറയുമ്പോൾ വീണ്ടും ഒരു വചനം പറഞ്ഞിട്ടാണ്, യാക്കോബ് ശ്ലീഹ പറഞ്ഞതുപോലെ, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല. അതേപോലാണ് ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ദൈവം എൻ്റെ കൂടുണ്ട് എല്ലാ വിഷയത്തിലും, ഓരോ കാര്യങ്ങളും ദൈവം എൻ്റെ കൂടെ എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആത്മീയമായിട്ട് ദൈവം എന്നെ എങ്ങനെ ഉയർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന എല്ലാവരിലും ഞാൻ ഈശോയെ കാണാൻ ശ്രമിക്കുന്നു. എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരാൾക്ക് എനിക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. 2, എൻ്റെ സഹോദരങ്ങളോടൊക്കെ ഞാൻ അനുകമ്പ കാണിക്കാൻ തുടങ്ങി. 3-ാമത്തെ കാര്യം എന്ന് പറയുക, എൻ്റെ ഈഗോ ഞാൻ മാറ്റിവെച്ചു. എനിക്കിപ്പോൾ എല്ലാവരോടും സ്നേഹമാണ്. സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ പെരുമാറാൻ ഞാൻ പഠിക്കുകയാണ്. വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ ഞാൻ ഇന്നും എപ്പോഴും ഉടമ്പടി എടുത്തത് പിന്നെ എനിക്ക് സാധിക്കുന്നുണ്ട്. കാര്യം ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. ഇനിയും ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യും. ഇനിയും ഞാൻ സാക്ഷ്യം പറയും. ദൈവം നിങ്ങളെയും ഓരോരുത്തരെ അനുഗ്രഹിക്കാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നെപ്പോലെ ഭാരപ്പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ,
എൻ്റെ മാനേജർ എന്നോട് പറയും, ഓരോ മാസം ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്നോട് പറയും ബേസിക് KRAs, അതായത് കീ റിസൾട്ട് ഏരിയ, നീ ബിസിനസ് ചെയ്യേണ്ട, നിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ സീനിയറായിട്ടോട് ചോദിച്ചു, ബിസിനസ് ചെയ്തില്ലെങ്കിൽ ഇവർ നമ്മളെ വഴക്ക് പറയും, പിന്നെന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്? അപ്പം എന്നോട് പുള്ളി പറഞ്ഞത്, എടാ ബേസിക് KRA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു പോയിൻറ്റ്. അതുപോലെ ഞാൻ പറയുന്നത്, നമ്മുടെ വിഷയങ്ങളല്ല, അത് സെക്കൻഡറി ആണ്. എന്താണോ ജോസഫ് അച്ഛൻ അല്ലെങ്കിൽ കൃപാസനം നമുക്ക് തന്ന ബേസിക് റിസൾട്ട് ഏരിയ, ആ കാര്യങ്ങൾ, ആ KRA നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ ദൈവം 100% നിങ്ങളെയും അനുഗ്രഹിക്കും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചൊരിഞ്ഞു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ വൈഫ് എങ്ങനെ ആത്മീയതയിൽ വളർന്നു എന്നുള്ളത് വൈഫ് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ തന്നെ കടകളിലും പിന്നെ ഹോസ്പിറ്റൽ പപ്പ കിടന്നപ്പം ഞാൻ പറഞ്ഞല്ലോ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് പപ്പായ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. അന്നേരം ആ പത്രം മുഴുവനും ഞാൻ ഹോസ്പിറ്റലാണ് ഓരോ കൂടെ നിന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് അവരോട് ഡീറ്റെയിൽ പറഞ്ഞിട്ടാണ് ഞാൻ ആ പത്രമൊക്കെ കൊടുത്തത്. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഞാൻ അവിടെ വെച്ച് മുംബൈയിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കി ഇത് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് ഹസ്ബൻഡിൽ കൊടുത്തു വിടും. ഹസ്ബൻഡ് പിന്നെ ഇത് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെയും ഇത് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്യാൻസർ രോഗികൾക്ക് കീമോയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും രോഗികൾക്ക് ചെയ്യുമെങ്കിലും ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവെ അത്രമേൽ അത്യാവശ്യമുള്ള ആളുകളെ എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കണം. ഞാൻ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ പിറ്റേ മാസം എനിക്ക് മാതാവ് ആർക്കാണോ കൊടുക്കേണ്ടത് മാതാവ് എന്ന് പറയുന്നത് പോലെ എനിക്ക് കൊണ്ട് എത്തിക്കുമായിരുന്നു. അതുപോലെ പഠിക്കാൻ പഠന സഹായത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും അതിനും ഒരു കുട്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെയും മാതാവിനെ അനുഗ്രഹിച്ചു. ആത്മീകമായിട്ടും ബൈബിൾ വചനം വായിക്കാനും ജപമാല ചൊല്ലുവാനും ഉപവാസം ഇതെല്ലാം കൃത്യമായിട്ട് ഒരു മുടക്കവും കൂടാതെ ചെയ്യുവാൻ ജീവിതാന്ത്യത്തോളം ഉടമ്പടിയിലായിരിക്കുവാൻ ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി. ജസ്റ്റി ജോസിൻ്റെ ഈ മനോഹരമായ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു. ജോസും ജസ്റ്റിയും ദൈവത്തോട് ചെയ്ത ആ ഉടമ്പടി, ഈശോയോട് ചെയ്ത ഉടമ്പടിയിൽ എന്തുമാത്രം വിശ്വസ്തരായിരുന്നു. തങ്ങളുടെ വിശ്വസ്തതയിലേക്ക് വളർന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നാം കേട്ടത്. തങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധ അമ്മയെ ഞങ്ങളെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള പ്രാർത്ഥന അവർക്ക് സാധിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മ അവർക്ക് അനുഗ്രഹം നൽകി എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത. എല്ലാ കൃപകളോടും നന്മകളോടും അനുഗ്രഹങ്ങളോടും കൂടെയാണ് ഈ പരിശുദ്ധ അൾത്താരയിൽ ഇവരുടെ പപ്പയെ കൊണ്ട് ഇവർ ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്നത്. തങ്ങളുടെ കുടുംബത്തെ കൂട്ടിച്ചേർക്കുന്ന മനോഹരമായ ഒരു ആധ്യാത്മികത ഇവർ വളർത്തിയെടുത്തു. ജോസ് പറയുകയായിരുന്നു, എൻ്റെ ഈഗോ പൂർണ്ണമായും എനിക്ക് ഇല്ലാതായി. ഉടമ്പടിയിലൂടെ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാം പരിശുദ്ധ അമ്മയോടുള്ള തീരുമാനങ്ങളായിരുന്നു. പരിശുദ്ധ അമ്മ നൽകുന്ന തീരുമാനങ്ങളിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. ജോസ് പറയുന്നു, ഞാൻ ഒരു ടീം ഹെഡായി പ്രൊമോട്ടഡായി. അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഒന്നുമല്ലാതിരുന്ന ഒരു മകൻ ഇന്ന് ഒരു വലിയ ബിസിനസ്സിൻ്റെ അധികാരിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റുപറയുന്ന ഒരു വസ്തുതയാണ്, എൻ്റെ ഈഗോ എനിക്ക് ഇല്ലാതായി. അതൊരു വലിയ അനുഗ്രഹമാണ്, കൃപയാണ്. തൻ്റെ കൂടെയുള്ളവരോട്, മൈനർ വർക്ക് ചെയ്യുന്നവരോടെല്ലാം വളരെ സന്തോഷമായി അവരോട് പെരുമാറാൻ സാധിക്കുന്നത് വലിയ ഒരു കൃപയാണ്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനോടും ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. ഈശോ നൽകിയ കൃപകൾക്ക് നമുക്ക് നന്ദി പറയാം. ഈ തോബിയാസിൻ്റെയും ജോബിൻ്റെയും എല്ലാം കഥകൾ കൂട്ടി വായിക്കുന്ന ഒരു ജീവിതാനുഭവത്തിലൂടെയാണ് ഇവർ കടന്നുപോയത്. ജോസ് പറയുകയായിരുന്നു, 1 വർഷക്കാലം എന്നെ ദൈവം പഠിപ്പിച്ചു. പരിശുദ്ധ അമ്മയും എന്നെ പഠിപ്പിക്കുകയായിരുന്നു ഞാൻ ഉടമ്പടിയിലൂടെ എങ്ങനെ ജീവിക്കണമെന്ന്. കൃത്യമായി ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഉടമ്പടി നിബന്ധനകളനുസരിച്ച് ജീവിക്കുവാനും ഇവർക്ക് സാധിച്ചു എന്ന് പറയുന്നു.
ഉടമ്പടി നിബന്ധനയിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്താൽ ഈശോ വാഗ്ദാനം ചെയ്ത ആ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായ ദാസ, ഞാൻ നിനക്ക് വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു എന്നാണ് ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. ജോസിൻ്റെയും ജസ്റ്റിയുടെയും പപ്പയുടെയും ഈ മനോഹരമായ സാക്ഷ്യത്തിന്, പപ്പയ്ക്ക് നൽകിയ ഈ വലിയ സൗഖ്യത്തിന്, ഇവരുടെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.